ഹലോ ഗൈസ്. സോ എൻ്റെ കണ്ണും മുഖമൊക്കെ കണ്ടാലറിയാം ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. എന്തിനാ ഇപ്പോൾ എഴുന്നേറ്റ് വന്നേ? ഇന്ന് അർജൻറ്റീനേൻ്റെ അടിപൊളി ഒരു കളിയുണ്ട് ഗൈസ്, അത് കാണാനായിട്ട്. കളി ഇപ്പോൾ തുടങ്ങും ഗൈസ്, ഇപ്പം കളി തുടങ്ങും. അടിച്ചു ഗൈസ്, ആദ്യത്തെ ഗോൾ അടിച്ചു ഗൈസ്. ഇനി ഒരു ഗോളും കൂടി അടിച്ചാലും മതി, ലൈക്ക് 2-0 നിന്നാലും മതി, ജയിച്ചാൽ മതി. എനിക്ക് അത്രയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടെൻഷൻ അടുപ്പിക്കില്ല, എനിക്ക് വയ്യ പ്ലീസ്. ഇപ്രാവശ്യം ആദ്യം തന്നെ ഗോൾ അടിച്ചുകൊണ്ട് സമാധാനമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്തുമായിരുന്നു, മൈ ഗോഡ്, ആലോചിക്കാനേ വയ്യ. ഹാഫ് ടൈം ആയി ഗൈസ്, ഇപ്പോഴും സ്റ്റിൽ 1-0 നിൽക്കുക. ഒരു ഗോളും കൂടെ അടിക്കുമായിരുന്നെങ്കിൽ സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ചെറുതായിട്ട് ടെൻഷൻ കയറുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അർജൻറ്റീന ജയിക്കും. എന്നാലും ഒരു ഗോളിനല്ലേ മുന്നിൽ നിൽക്കുന്നത്. സോ അതുകൊണ്ട് ഇനി എങ്ങാനും സ്വിറ്റ്സർലാൻഡ് ഒരു ഗോൾ തിരിച്ചടിച്ചാലും നമ്മൾ ആരെയും ഇങ്ങനെ ചെറുതാക്കി കാണരുതല്ലോ. സോ ഒരു ചെറിയ ടെൻഷനുണ്ട്, എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഗൈസ്, ഗോൾ അടിച്ചു ഗൈസ്. ഞാനിത് ആദ്യമേ വിചാരിച്ചത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, അർജന്റീന മെസ്സി ഒരു ഗോൾ കൂടെ അടിക്കുക, 2-0 നിൽക്കുക എന്നൊക്കെ. അത് ഒരു ഗോൾ അടിക്കുന്നതിന് മുന്നേ ഇപ്പൊ കട്ടോ അടിച്ചത്. പ്ലീസ് ആരേലും അർജന്റീനയിൽ ആരേലും ഒരാളെ തിരിച്ചു പോയൊരു ഗോൾ അടിക്ക്, 2-1 ആക്ക് പ്ലീസ്. അടിച്ചു ഗൈസ്, അർജന്റീന ഗോൾ അടിച്ചു ഗൈസ്, 2-1 ഗൈസ്. അങ്ങനെ ഫൈനലി അർജന്റീന ഒരു ഗോളും കൂടി അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ 3-1. കളി കഴിഞ്ഞു ഗൈസ്, 3-1 കളി കഴിഞ്ഞു ഗൈസ്. അർജന്റീന വീണ്ടും ജയിച്ചു ഗൈസ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു കളിയിൽ കൂടെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.